നമസ്കാരം. കഴിവില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം. കഴിവില്ലെന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ എന്ന കൊള്ളസംഘം. പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത യാതൊരു ഉളുപ്പും മനസാക്ഷി കുത്തുമില്ലാതെ സുഖിക്കുക, കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കൈയിട്ടു വാരുക. ഇതിനപ്പുറം ഒരു ചിന്ത മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഇവരുടെ ശിങ്കിടികൾക്കോ ഇല്ല. നവകേരള സർക്കിട്ടിൽ ലഭിച്ച നിവേദനങ്ങൾ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിൽ ലഭിച്ചിട്ടുള്ള അപേക്ഷകൾക്കൊന്നും മറുപടി അയക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ഈ അപേക്ഷകൾക്കൊന്നും നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷ പലർക്കുമില്ല. പക്ഷേ പരിഗണിക്കാം എന്നൊരു മറുപടി അയക്കാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, തപാൽ സ്റ്റാമ്പ് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി പോലും ഇപ്പോൾ തൊഴിലാളി വർഗ പാർട്ടിയുടെ സർക്കാരിനില്ല. സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സെക്രട്ടേറിയറ്റിലെ തപാൽ സ്റ്റാമ്പുകളെയും ബാധിച്ചിട്ടുണ്ട്. സ്റ്റാമ്പ് വാങ്ങാനുള്ള പണമില്ലാതെ കെട്ടിക്കിടക്കുന്നത് പാവങ്ങളുടെ നിവേദനങ്ങൾ ഉൾപ്പെടെയുള്ള 1,00,000-ലധികം തപാലുകളാണ്. ചുരുക്കി പറഞ്ഞാൽ നവകേരള സർക്കിട്ടിൽ കിട്ടിയ 6.25 ലക്ഷത്തോളം പരാതികളിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന് പരാതി നൽകിയവരെ അറിയിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഗുരുതരമായ ഈ സാഹചര്യം കണക്കിലെടുത്ത് 2 ലക്ഷം രൂപ ധനവകുപ്പ് അനുവദിച്ചെങ്കിലും ഈ തുക കഷ്ടിച്ച് 10 ദിവസത്തേക്ക് മാത്രമേ തികയൂ. തപാലുകൾ കെട്ടിക്കിടക്കുന്നതിനാൽ അവ പൂർത്തിയാക്കാനും ദിവസങ്ങൾ വേണ്ടിവരും. ഫയലുകൾ സംബന്ധിച്ച വിവരങ്ങൾ, ചികിത്സാ പദ്ധതികൾ, ജനങ്ങൾക്കുള്ള വിവിധ ധനസഹായങ്ങൾ, വിവരാവകാശത്തിനുള്ള മറുപടികൾ തുടങ്ങിയവ പൊതുജനങ്ങൾക്കും അതാത് വകുപ്പ് ഡയറക്ടറേറ്റുകൾക്കും അടക്കം നൽകുന്നത് പൊതുഭരണ വകുപ്പിലെ തപാൽ വിഭാഗമാണ്. ധനവകുപ്പും നിയമവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ഒഴികെയുള്ള തപാലുകളാണ് പൊതുഭരണ വകുപ്പിലെ തപാൽ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. 10,000 മുതൽ 20,000 വരെ സ്റ്റാമ്പിങ്ങുകളാണ് ഓരോ ദിവസവും ഇവിടെ നടക്കുന്നത്. ഇതിനായി 12,500 രൂപയ്ക്കും 15,000 രൂപയ്ക്കും ഇടയിൽ ചിലവാകും. ഇതുപോലും ചിലവാക്കാനുള്ള സാമ്പത്തിക ശേഷി നമ്മുടെ സർക്കാരിന് ഇല്ലെന്ന് പറയുമ്പോൾ ഭരിക്കുന്നവർക്ക് പറ്റിയ പണി വേറെയാണെന്ന് പൊതുജനങ്ങൾക്കും പറയേണ്ടി വരും. കിട്ടിയ അപേക്ഷകൾക്ക് നടപടി ഇല്ലെന്നതോ പോകട്ടെ, അതിനൊരു മറുപടി അയക്കാനുള്ള സ്റ്റാമ്പ് വാങ്ങാനുള്ള പണം പോലും സർക്കാരിനില്ല എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സാമ്പത്തിക പ്രതിസന്ധിയും തല്ലിച്ചതയ്ക്കലും കള്ളക്കേസെടുക്കലുമൊക്കെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പുതുമയല്ലാതായി തീർന്നിരിക്കുന്നു. ഈ സർക്കാർ ഇങ്ങനെ തന്നെയാണ്. മനസ്സാക്ഷിയില്ലാത്ത പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെ സമരം ചെയ്തിട്ട് കാര്യമില്ല എന്ന ബോധം ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തലയിൽ കൈവച്ച് പിണറായി വിജയനെ പ്രാകുന്നതിൽ തീരുന്നു കേരളത്തിലെ സാധാരണക്കാരുടെ പ്രതിഷേധം. ഈ നാടെങ്ങോട്ട് എന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. വരുന്നിടത്ത് വെച്ച് കാണാം, അത്ര തന്നെ.